ദിലീപ് കുമാർ എന്ന AR റഹ്മാൻ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ്, സംഗീത നിർമ്മാതാവ്, പശ്ചാത്തല സ്കോർ സംവിധായകൻ, ഓഡിയോ എഞ്ചിനീയർ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. 1966 ജനുവരി 6 തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്. സംഗീത സംവിധായകൻ RK ശങ്കർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. മലയാളം, തമിഴ് ചലച്ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു RK ശേഖർ. പിതാവിനൊപ്പം ചെറുപ്പം മുതൽ തന്നെ റഹ്മാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കീബോർഡ് വായിച്ചുകൊണ്ട് അച്ഛനെ സഹായിച്ചു. സ്കൂൾ കാലം മുതൽ തന്നെ ഒരു പ്രത്യേക ക്രേസ് സംഗീതത്തോട് വെച്ചു പുലർത്തിയിരുന്നു. ശിവമണി, ജോൺ ആന്റണി, രാജ തുടങ്ങിയവരോടൊപ്പം സംഗീത ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചു. അതിനോടൊപ്പം നെമിസിസ് അവന്യൂ എന്ന റോക്ക് ഗ്രൂപ്പും സ്ഥാപിച്ചു. കീബോർഡ്, പിയാനോ, സിന്തസൈസർ, ഹാർമോണിയം, ഗിറ്റാർ തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം പരിശീലനം നടത്തിയിരുന്നത് മാസ്റ്റർ ധൻരാജിന്റെ കീഴിലായിരുന്നു. 11-ാം വയസ്സിൽ റഹ്മാൻ മലയാള ചലച്ചിത്ര സംവിധായകനും RK ശേഖറിന്റെ അടുത്ത സുഹൃത്തുമായ MK അർജുനൻ മാസ്റ്ററിന്റെ ഓർക്കസ്ട്രയിൽ പ്രവർത്തിച്ചു. റഹ്മാന്റെ അച്ഛന് നിരവധി സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇളയരാജയടക്കം നിരവധി സംഗീതജ്ഞർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്കായി കൊണ്ടുപോയിരുന്നു. പിന്നീട് സക്കീർ ഹുസൈൻ, കുന്നക്കുടി വൈദ്യനാഥൻ, L ശങ്കർ എന്നിവരുടെ കൂടെ പല സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം സംഗീതം പഠിച്ചു. തുടർന്ന് ലണ്ടനിലെ ട്രിനിറ്റി സംഗീത കോളേജിൽ സ്കോളർഷിപ്പ് ലഭിക്കുകയും അവിടെ നിന്ന് പാശ്ചാത്യ ക്ലാസിക് സംഗീതത്തിൽ ബിരുദം നേടുകയും ചെയ്തു. 11-ാം വയസ്സിൽ ക്രോസ്ബെൽ മണിയുടെ പെൺപട എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചു. 1992 സംഗീത് ശിവൻ സംവിധാനം ചെയ്ത യോധ എന്ന മലയാള ചിത്രത്തിലെ സംഗീത സംവിധാനത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 1992 പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെയാണ് സിനിമാ ലോകത്ത് അദ്ദേഹം ശ്രദ്ധേയനായത്. ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ചലച്ചിത്ര പിന്നണി ഗാനങ്ങളിൽ ഒന്നായി റോജയിലെ ഗാനങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളും. സ്ലം ഡോഗ് മില്യണയർ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന് 2009 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ചിത്രത്തിന് തന്നെ 2009 ഓസ്കാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓസ്കാർ അവാർഡ് നിർണയ സമിതിയിലേക്കും റഹ്മാനെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംഗീതരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ഭാരത സർക്കാർ പത്മഭൂഷൺ പുരസ്കാരം നൽകിയും അദ്ദേഹത്തെ ആദരിച്ചു. കരിയറിന്റെ തുടക്കകാലത്ത് പരസ്യങ്ങൾക്കു വേണ്ടി സംഗീതം ചെയ്തു കൊടുത്ത അദ്ദേഹം ഇന്ന് സിനിമാ ലോകത്തെ തന്നെ സംഗീതത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഓർക്കസ്ട്രയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കോറസ്. ഒരു പാട്ടിനെ എങ്ങനെ പുതിയൊരു തലത്തിൽ എത്തിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് AR റഹ്മാന്റെ പാട്ടുകൾ. മറ്റു സംഗീതജ്ഞരിൽ നിന്ന് AR റഹ്മാന്റെ സംഗീതത്തിന് വളരെയേറെ പ്രത്യേകതകൾ ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ ആരാധകർ ഇപ്പോഴും ഉള്ളത്. ഏകദേശം 29 വർഷങ്ങൾക്ക് ശേഷമാണ് 2022 പുറത്തിറങ്ങിയ മലയൻ കുഞ്ഞ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രത്തിലൂടെ വന്ന് നിരവധി മനോഹര ഗാനങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. ചിത്രത്തിലെ ഹോപ്പ് എന്ന ഗാനം ആലപിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോൾ AR റഹ്മാൻ സംഗീത സംവിധാനം താൽക്കാലികമായി നിർത്തുന്നു എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സൂര്യ 45 എന്ന ചിത്രത്തിലെ ഷെഡ്യൂളിലെ പ്രശ്നങ്ങളാണ് പിന്മാറാനുള്ള കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.